ഓടിയില്ലേ? The subscriber is currently switched off. Please try after some time. ഹലോ, എന്താടാ? എന്നെ അവർ രണ്ടുപേർ കൂടി തല്ലി. ഓ പിന്നെ എന്തിന്? എന്തിനാന്നറിയില്ല, എനിക്ക് തീരെ വയ്യ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ, ഞാൻ ആരോടെങ്കിലും പറയാം, നീ പേടിക്കണ്ട. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാ. ആ ഓക്കെ ഓക്കെ. എടി, നമ്മുടെ ജിത്തിനെ ആരോ തല്ലീന്ന്. അറിയില്ലടി, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? പക്ഷെ അവൻ നമ്മളെ കളിപ്പിക്കാൻ പറയുന്നതാണെങ്കിലോ? അവന്റെ സംസാരത്തിന് നല്ലാന്നാ തോന്നുന്നത്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. എന്നാ പോവാം. ഓക്കെ. എടി, ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. നീയിപ്പോ എന്താ ചെയ്യാ? ജിത്തേ ജിത്തേ, എടി നീ ഇവിടെ നിൽക്ക്, ഞാൻ കയറി നോക്കിയിട്ട് വരാം. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ, ഞാനും വരാം. അത് വേണ്ട, നീ ഇവിടെ നിൽക്ക്. നമ്മളുണ്ട് അകത്ത് കയറി പുറത്തുനിന്നാലും വാതിൽ പൂട്ടിയാലോ? നീനു, 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 നീനു. ഇവിടെ എവിടെ പോയി?
ഹലോ, ഞാൻ ഇരൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെ? ആ, അവളുടെ പപ്പ പോയി, ലേറ്റ് ആയിട്ട് വരുള്ളൂന്നാ പറഞ്ഞേ. ആ, എന്നാ ശരി. ആരാടി? അമ്മയാ. അതെ, നിന്റെ ഒരു ഷോർട്ട് ഫിലിം കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലത്ത് അങ്ങനെ തീരുവോ? ഇതല്ലേ കഥ. ഒന്ന് നിർത്തിക്കേ, നിങ്ങൾ എന്തേ പറയണേ? ഈ കഥയ്ക്ക് ഇപ്പം എന്തൊരു കുഴപ്പം? ഇത് ത്രില്ലറല്ലേ? പിന്നെ ആൾക്കാരെ ടെൻഷൻ അടിപ്പിക്കുക, അതാണല്ലോ ലക്ഷ്യം. പിന്നെ പഠിച്ച ട്രെൻഡ് തന്നെയാണല്ലോ. ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അത് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയോ? നിങ്ങൾ നമ്മൾ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? എന്നാലും ഞാനൊന്ന് നോക്കട്ടെ അഭിനയിക്കാൻ പറ്റുമോന്ന്. ഞാനൊന്ന് നോക്കട്ടെ. ഓ, നടന്നു തന്നെ. വാടി, നമുക്ക് പോവാം. ശരി. നോക്കേ, ശരി. എന്താടി? പപ്പ രാത്രി 10-11 ആവുന്നല്ലേ പറഞ്ഞ? അപ്പൊ ഇപ്പൊ വന്നതാരായിരിക്കും? നീ പോയി തുറന്നു നോക്ക്. എന്താടി? എടി, ഇവിടെ ആരോ ഉണ്ട്. വാ, നമുക്ക് നോക്കാം. ഹലോ മോളെ, ഹലോ ഹലോ. അയ്യോ, കറണ്ട് പോയി. എടി, നീ പോയി ആ ഫോൺ എടുക്ക്. പുറത്തേക്ക് പോ. Why? This is my house. നിങ്ങൾ എത്ര കാലമായി ഇവിടെ? Tell me. 4 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വീടായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ജീവിച്ച് മരിച്ച വീടായത്. I don't like anyone here without my permission. Get out! എന്താ മോളെ, എന്താ പറ്റിയേ? അവിടെ ആരോ. വാ വാ. എവിടെയാ നിങ്ങൾ കണ്ടത്? ഇവിടെ. ആ, ജിത്തോ. ഹായ് അങ്ങളെ. ഹായ്, ഹലോ, നമസ്കാരം. നീ എന്താ ഇവിടെ? ഞാൻ നമുക്കൊരു പണി തരാൻ വേണ്ടി വന്നല്ലേ. അബി, ഇങ്ങോട്ട് വാ. എടാ വാടാ. നിന്റെ പണിയായിരുന്നല്ലേ ഇതൊക്കെ? അതെല്ലോ, എന്റെ പണി തന്നെയായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ സാഗർ കോട്ടപ്പുറത്ത് നടത്താൻ വേണ്ടി ശ്രമിച്ചതേ ഉള്ളൂ. എന്തായാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഇതെന്റെ ഫ്രണ്ട് അബി. ഇവനാണല്ലോ ഇതിന്റെ അടുത്ത ഷോർട്ട് ഫിലിമിലെ സൈക്കോട്ട് അഭിനയിക്കുന്നേ. എന്താ പറ്റി പപ്പേ? ഓ, ഒന്നുമില്ല മോളെ. ഇല്ല, എന്തോ ഉണ്ടല്ലോ. ഇല്ല മോളെ, ഒന്നുമില്ല. ഷോർട്ട് ഫിലിമിന്റെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ വളരെ ഭംഗിയായിരുന്നു. പക്ഷേ അതിന്റെ പണി മുഴുവൻ കിട്ടിയത് എനിക്കാണ്. കാരണം 2 പെൺകുട്ടികളെ മാത്രം വീട്ടിലാക്കി പോകുന്ന അച്ഛൻ്റെ നെഞ്ചിൻ്റെ നെയ്റ്റല് നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിനും കുടുംബത്തിനും ഒരു നല്ല അനുഭവം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ.
അതാണ് വേണ്ടത്. ഓക്കേ? ജിത്ത് മിടുക്കനാണ്. ജിത്തിന് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഭാവിയിൽ നല്ല ഒരു ഷോർട്ട് ഫിലിം ജിത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.